ഹലോ. ഈ സൺഡേ സ്പെഷ്യൽ എന്നൊക്കെ പറയണ പോലെ എനിക്ക് സാറ്റർഡേ ഇന്ന് സ്പെഷ്യൽ തന്നെയായിരുന്നു കേട്ടോ. കുറച്ച് കണവ വാങ്ങിച്ചു, അതായത് കൂന്തൾ. ആദ്യം കൂന്തൾ നിറച്ചുണ്ടാക്കാമെന്നാണ് കരുതിയത്. പക്ഷെ സമയക്കുറവ് മൂലം റോസ്റ്റ് ചെയ്യാൻ തന്നെ കരുതി. അപ്പോൾ അതിനായിട്ട് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച കൂന്തലിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് മെല്ലെ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ടൊരല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അത് നമ്മുടെ അടുപ്പത്ത് വെക്കാനായിട്ട് അടുപ്പ് ഞാൻ കത്തിച്ചു. കുക്കർ അടുപ്പത്തേക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു 2-4 വിസിലടിച്ചപ്പോഴത്തേക്കും നമ്മുടെ കൂന്തൽ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്തേക്ക് വെച്ചു. ചൂടായി വന്നപ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് നന്നായി ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുത്തു. പിന്നീട് നമ്മൾ അരിഞ്ഞു വെച്ച സബോള ഉണ്ടല്ലോ, അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ടൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. ഒരല്പം ഉപ്പും കൂടി ചേർത്ത് ഇളക്കി കൊടുത്തു കേട്ടോ. നന്നായി ഇളക്കി വന്നതിന് ശേഷം നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ആ മിക്സ് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായി വഴറ്റി വന്നപ്പോൾ നമ്മൾ മസാലയാണ് പിന്നീട് ഇതിലേക്ക് ആഡ് ചെയ്തത് കേട്ടോ. എല്ലാ മസാലയും ഒരു 1/4 ടീസ്പൂൺ വെച്ച് മാത്രമാണ് ഞാൻ ഇട്ട് കൊടുത്തത്. മല്ലിപ്പൊടി ഈ ടീസ്പൂൺ കൊണ്ട് ഒരു 3 ടീസ്പൂണും, പിന്നെ സ്പെഷ്യലായിട്ട് കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂണ്, പിന്നെ നമ്മുടെ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ടൊന്ന് ആ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തു. അതും ഒന്ന് നന്നായി വഴന്നു വന്നതിന് ശേഷം ഒന്ന് അടച്ച് മൂടി വെച്ചു കേട്ടോ. പിന്നീട് നമ്മൾ വേവിച്ച ആ കൂന്തലുണ്ടല്ലോ, അത് ഞാൻ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തു. ഒരല്പം വെള്ളം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ മിക്സിയിലൊക്കെ ഒന്ന് കിടന്ന് നന്നായി ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് അടിപൊളിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൂന്തൽ റോസ്റ്റ്. അപ്പം ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന മല്ലിച്ചപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചൊന്ന് അലങ്കരിച്ച് ഭംഗിയായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.